വിജയൻ്റെ മരുമോനായതുകൊണ്ട് മാത്രം, ആ കൺസിഡറേഷനിൽ മന്ത്രി ആയതുകൊണ്ടും ഇപ്പോഴും ആ മരുമോൻ സ്ഥാനത്ത് തുടരുന്നത് കൊണ്ടും മാത്രമാണ് സഖാക്കൾ കൈകാര്യം ചെയ്യാതെ വിടുന്നത്. അതല്ലെങ്കിൽ പണ്ടപ്പോ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിച്ചേനെ ഈ വ്യക്തിയെ ആര്? സഖാക്കൾ തന്നെ. അപ്പോൾ പാർട്ടി ഒരു ഭാഗത്ത് തോറ്റു തുന്നം പാറി മൂലക്കിരിക്കുക. നമ്മൾ പുറത്ത് കേൾക്കുന്നതിലും വലിയ കരച്ചിലുകൾ പാർട്ടി മീറ്റിങ്ങുകൾ, പാർട്ടി കമ്മിറ്റികളിൽ, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പോളിറ്റ് ബ്യൂറോയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും തെറിവിളികളും നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഭാഗത്ത്. ഇനി മറ്റൊരു ഭാഗത്താണെങ്കിലോ, മറ്റൊരു ഭാഗത്തിൽ ഭാര്യ ഏത് നിമിഷവും അകത്തേക്ക് പോവുകയാണ്, അഴിയെണ്ണേണ്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ ബുധനാഴ്ച വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട്, ബുധനാഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് പറയുമ്പോൾ അന്ന് പനിയാണെന്ന് പറഞ്ഞു. പിന്നെ അന്ന് വല്ലാത്ത വയറ്റുനോക്കുണ്ടായിരുന്നു. ഇനിയിപ്പോ ബുധനാഴ്ച എന്ത് പറയും? വല്ലാത്തൊരു വെപ്രാളത്തിലാണ് മുഹമ്മദ് റിയാസൊക്കെ ഉള്ളത്. പിന്നെ പോരാത്തതിന് കഴിഞ്ഞ കാലത്തെ കൊള്ളകളും അഴിമതികളും ഓരോന്നായിട്ട് പുറത്തേക്ക് വരാൻ പോവുക. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെ പാടെ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വല്ലാത്തൊരു വിമ്മിഷ്ട ഉള്ളിൻ്റെ ഉള്ളിൽ. ഒരുമാതിരി ഇങ്ങനെ ഇരുന്നിട്ട് ഇരിപ്പ് പൊട്ടുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. ഇരിക്കുമ്പോൾ തോന്നും എഴുന്നേൽക്കണം, എഴുന്നേൽക്കുമ്പോൾ തോന്നും ഇരിക്കണം, ഇരിക്കുമ്പോൾ തോന്നും കിടക്കണം, കിടക്കുമ്പോൾ തോന്നും ഒന്ന് പുറത്തേക്ക് പോകണം. ആകപ്പാടെ വല്ലാത്തൊരു വിഷമത്തിലാ. മനസ്സിലായില്ലേ? ഈ ഷോകളൊക്കെ ഇറക്കിയിട്ട് എങ്ങനെയെങ്കിലും പൊതുസമൂഹം, ഈ സഖാക്കള് ഒരു ഭാഗത്ത് പാർട്ടി കമ്മിറ്റികളിൽ എന്താ പറയുന്നത്? പിണറായി വിജയന് MLA സ്ഥാനം രാജിവെക്കണം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം രാജിവെക്കണം. രണ്ട് കസേരയിലും ഇരിക്കാൻ വിജയൻ യോഗ്യനല്ല എന്ന് പാർട്ടി അണികൾ, പാർട്ടി കമ്മിറ്റികളിൽ പറയാ. ഏതെങ്കിലും ഒരു പാർട്ടി അനുഭാവി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ല. പാർട്ടി കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെയും കോവിന്ദനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? മറ്റൊരാൾ പറയാണ്, കോവിന്ദനാണെങ്കിൽ ഈ പറയുന്ന പട്ടി കുരക്കും പോലെയാണ് കുരക്കുന്നത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എന്നാ പറയുന്നത്. ഇതൊക്കെ പാർട്ടി കമ്മിറ്റികൾ പറയുന്നതാ, സഖാക്കൾ പറയുന്ന കാര്യാ. മനസ്സിലായില്ലേ? അത് പാർട്ടി കമ്മിറ്റിയിൽ പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ സഖാവിൻ്റെ റേഞ്ച് നോക്കണം. കാരണം അയാള് സോഷ്യൽ മീഡിയയിലൊന്നും പറയാതെ പാർട്ടിയിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ ആ സഖാവിൻ്റെ റേഞ്ച് എന്തോളാ. അപ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സഹിക്കാൻ കഴിയുന്നില്ല. ഇവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാണ്.